കൂടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ഈ രാത്രിയിൽ വീണ്ടും ദൈവം ഒരു അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനം വളരെ ഉത്സാഹത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ മുടങ്ങാതെ ഈ ബൈബിൾ സ്റ്റഡിയിൽ എല്ലാവരും ഉത്സാഹികളായിട്ട് ഭാഗവാക്കാകണമെന്ന് വിശേഷാൽ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഒക്കെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർമാനം ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ബൈബിൾ സ്റ്റഡിയിൽ നമ്മളായിരിക്കുമ്പോഴാണ് ഒരു ഫുൾ ഫ്ലെഡ്ജിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനും അതിൻ്റെതായ ഒരു സീക്വൻസിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ ഒത്തിരി ക്ലാസ് മിസ് ചെയ്തിട്ട് പോയാൽ എങ്ങനെയാണ് ഒരു അവ്യക്തത തോന്നുന്നത് പോലെ നമുക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം എല്ലാവരും മുടങ്ങാതെ ഈ ബൈബിൾ സ്റ്റഡിയിൽ സംബന്ധിക്കണമെന്ന കാര്യം വിശേഷാൽ ഞാൻ ഓർപ്പിക്കുന്നു. അതല്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരക്കുകളായി നിങ്ങൾക്ക് ഇതിൽ സംബന്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് യൂട്യൂബിൽ എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങളത് കണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കേൾക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പം വേണേലും നിങ്ങൾക്ക് പോയി അത് കാണാൻ കഴിയുന്ന ഒരു സാവകാശം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്കിന്ന് ഈ രാത്രി വേളയിൽ ദൈവവചനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ഈ റോമാലേഖനം 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഈ ലേഖനം മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട് ഓടിച്ചു വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥമായ സത്ത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് വളരെ സാവകാശത്തിലാണെങ്കിലും വളരെ കാര്യങ്ങൾ ഗ്രഹിച്ച് മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിശേഷിച്ച് 1-ാം അധ്യായവും ഈ 2-ാം അധ്യായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദന വിഷയം ഒന്ന് നിങ്ങളെ ഓടിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, 1-ാം അധ്യായം പ്രധാനമായിട്ടും നമ്മളോട് സംസാരിച്ചത് ദ ഗോഡ് വിൽ ജഡ്ജ് ദി സിന്നർ, പാപികളെ ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. ദ സെക്കൻഡ് ചാപ്റ്റർ ഡെൽറ്റ് വിത്ത് ദി ഗോഡ്സ് റാത്ത് ഓർ ഗോഡ്സ് ജഡ്ജ്മെന്റ് അപ്പോൺ എ ഹിപ്പോക്രൈറ്റ്, ഒരു കപടഭക്തിക്കാരനായ വ്യക്തിയോടുള്ള, കപടഭക്തി നിറഞ്ഞ വ്യക്തിയോടുള്ള ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് കേട്ടത്. എന്നാൽ ഇന്ന് ഈ 2-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ 3-ാമത്തെ ഒരു ഭാഗം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഗോഡ് ജഡ്ജ്മെന്റ് ഓഫ് ദി റിലീജിയസ് മാൻ, മത അനുസാരിയായ, മത അധിഷ്ഠിതപ്പെട്ട് ജീവിക്കുന്നതായ, മതത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളതാണ് റോമാലേഖനം 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ 1-2 അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്തമായ രൂപരേഖ ഇതാണ്. 1-ാം അധ്യായം ഇറ്റ് ഡീൽസ് വിത്ത് ഗോഡ് വിൽ ജഡ്ജ് ദി സിന്നർ, പാപികളായവരെ ദൈവം ന്യായം വിധിക്കുന്നു. 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ അവിടെ കാണുന്നത് കപടഭക്തിക്കാരായ വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ ജഡ്ജ് ചെയ്യുന്നു. 3-ാമത്തേതാണ് മതത്തിന്റെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന, മതത്തിന്റെ ആനുകൂല്യത്തിൽ ജീവിക്കുന്ന, മതത്തിന്റെ അനുഭവങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടുപാടുകളിലും അതുപോലുള്ള പാരമ്പര്യത്തിൻ്റെതായ ശക്തിയിൽ ജീവിക്കുന്നവർ മേലുള്ള ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിപ്പിക്കുന്നത്. പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, ബീങ് എ റിലീജിയസ് പേഴ്സൺ ഈസ് ഗുഡ്. ഒരു മതത്തിന്റെ വക്താവായി മതം അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മതം മുമ്പോട്ട് കൊണ്ടുവരുന്നതായ വിഷയങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ്. എന്നാൽ
മതത്തിന്റെ ചുറ്റുപാടിൽ ജീവിക്കുന്ന those who want to be very religious often fails to realize that their religion will not send you to heaven, but the religion will send you straight to hell. നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ വിശ്വസിക്കുന്ന മതാനുഷ്ഠാനങ്ങളോ മതത്തിന്റെ ചിന്തകളോ ഒന്നും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. മറിച്ച് മതത്തിന്റെ വക്താവായി ഇരിക്കുന്നുവെങ്കിൽ we will straight go to hell. നമ്മൾ നേരെ പോകുന്നത് നരകത്തിലേക്കാണ്. So what I am trying to say, considering Christianity or Christianness is not something being in a religious sect, ഒരു മതത്തിന്റെ ചുറ്റുപാടിൽ നിൽക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. So being a Christian is not prophesying a religion called Christian. ഇന്ന് ലോകത്തെ അനവധി ആളുകളെയും നമുക്കറിയാം, ക്രിസ്ത്യൻസ്, they are Christians, but they live under the backdrop of a religion. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനം കൊള്ളുന്നവരുമെല്ലാം ഒരു മതത്തിന്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. So I would rightly want to say that if you cling on the religion as it is not going to help you out. നമ്മളെ ഒരിക്കൽ പോലും അത് രക്ഷിക്കാനായിട്ട് പോകുന്നില്ല. ബട്ട് അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്, അതാണ് നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. So here now we can see Paul is turning his microscope to some people who are claiming themselves as very pious and religious and even consider them as very spiritual. നോക്കുക, 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചപ്പോൾ അവിടെ പാപം ചെയ്ത്, നമുക്കറിയാം അവിടെ പാപത്തിന്റെ വലിയ നീണ്ട പട്ടിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം when we look upon the list of sinners or kind of evilness, we could definitely see how God is going to deal with that sinners. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ the last verses we read about a various kinds of list of people who are under the evil world. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ we could see a people group called hypocrites. But മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ we could see some people claim themselves as very spiritual, but they are not genuinely spiritual. So now we will discuss on, or we will see upon how God is going to judge over a religious man. So one of the things that we need to understand priorly, 3 കാര്യങ്ങൾ ഞാൻ ഇന്ന് രാത്രിയിൽ പറയും. So kindly be note that all areas. ഒന്നാമത്തെ കാര്യം, the confidence, the spiritual confidence of a religious man. ഈ 1-ാമത്തെ വാക്യം മുതൽ അത് ഏകദേശം 17-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ ശ്രദ്ധിച്ചാൽ നാം ഈ പറയുന്ന സോ കോൾഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാര്, the so called Jewish spirituals, they are very confident in what they believe. So ഇവിടെ പറയുമ്പോൾ Paul is addressing to a kind of a people who adhere to their own ancestral religion called Judaism. ആ യഹൂദ മതത്തിൽ വളരെ ശക്തമായി വിശ്വസിച്ചുകൊണ്ടിരുന്നതായ ഒരു കൂട്ടം ആളുകളോടുള്ള ബന്ധത്തിലാണ് ഇത് സംസാരിക്കുന്നത്. So though they were considered as Christians, though they were converted as Christians, but they still wanted to live under or maybe in the background of that their own religious norms or the previous tradition that they followed, that is particularly Judaism. അപ്പോൾ യഹൂദ മതത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, they consider themselves as very spiritual and elite. അവർ തങ്ങളെ തന്നെ വളരെ ഉയർന്നവരെന്നും വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവരെന്നും തങ്ങളെ തന്നെ കണ്ട ഒരു ജനമാണ്, കണ്ട ഒരു കൂട്ടം ആളുകളാണ്. So I would say they are very spiritual in their religious perspective. The spiritual confidence they had from a religious perspective. നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ Paul is now focusing to the Judaistic Christian, അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ ഫോക്കസ് ചെയ്ത് അവരിലേക്ക് നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, though we are also like
living, we also encountered, or we also live a life called Christianism or Christianity. or നമ്മളെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിശ്വാസികൾ എന്ന പദവിയിലാണ് നാം ആയിരിക്കുന്നത്. or in particular sense we may sometime call ourselves as Pentecostals, or we consider ourselves as Pentecostals. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, the Pentecostalism or Christianity would not lead you to heaven. Praise the Lord. That would be nothing would be worse than dying and going to hell after that you were headed to heaven. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് യാത്ര തിരിച്ച നമ്മളെല്ലാവരും ചെന്ന് അവസാനിക്കുക നരകത്തിലാണെന്ന് ഉള്ള വസ്തുത കേൾക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അതിൽ പരം ഒരു പരാജയം, ഭയാനകമായ അവസ്ഥയില്ല. Let me repeat, nothing would be worse than dying and going to hell after believing that you were headed to heaven. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ യാത്ര പുറപ്പെട്ടവരാണ്, എന്നാൽ വഴിതെറ്റി അറിയാതെ നമ്മൾ നരകത്തിൽ പോയി വീഴേണ്ട സാഹചര്യമുണ്ടായി. This is because of a kind of spiritual confidence that we maintain within our religious perspective. അപ്പോൾ ഇവിടെ നോക്കിയ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളുകളോടാണ് ഇത് സംസാരിക്കുന്നത്. ഇതിവിടെ പറയുമ്പോൾ തന്നെ we have to reflect it in our own context. നമ്മുടെ തന്നെ ജീവിത അനുഭവത്തിൽ നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരണം. ഈ തിരുവനന്തപുരം നോക്കിയാൽ ഇവിടെ യഹൂദ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുകയാണ്, ഫസ്റ്റ് they were boasting on their lineage. They boasted of their lineage. എന്താണ് യഹൂദന്മാരെ സംബന്ധിച്ചുള്ള lineage? They say that they come from the Davidic or Abrahamic lineage. അവരെ സംബന്ധിച്ച്, യഹൂദന്മാരെ സംബന്ധിച്ച് അവർ പറയുന്ന ഏറ്റവും വലിയ അഭിമാനകരമായ വിഷയം, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. So we are a kind of a group, circumcised group, പരിച്ഛേദനയേറ്റ അഗ്രജന്മം ചെയ്ത അബ്രഹാമിന്റെ ലീനേജിൽ ഉള്ളവരാണ്. So they boast in the lineage they had. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, യഹൂദന്മാരായ വിശ്വാസി മക്കളോട് പൗലോസ് പറയുകയാണ്, നീ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ പെട്ടവനാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ വലിയ കുലത്തിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞാലും, ലോകം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേൽ അബ്രഹാമിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അൺലെസ് ആൻഡ് അണ്ടിൽ യു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട്, നിങ്ങൾക്കൊരു രക്ഷിക്കപ്പെട്ട അനുഭവം ഉള്ളിലില്ലെങ്കിൽ യുവർ ലീനിയേജ് would not help you to reach heaven. നിങ്ങൾക്ക് പിൻപറ്റിയതായ മതത്തിന്റെ പാരമ്പര്യം നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, being in a Christian family does not guarantee you that you will reach heaven. നമ്മൾ ഒരു നല്ല രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ട് that doesn't mean that we will get a special consideration in the sight of God. ദൈവത്തിന്റെ കാഴ്ചയിൽ ഞങ്ങൾ ഒരു നല്ല മാതാവിന്റെയും പിതാവിന്റെയും അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്ററിന്റെ മകളായി ജനിച്ച് ജീവിച്ചത് കൊണ്ട് I would get a special consideration in heaven. No, never ever. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാരണ്ടി ആർക്കും ലഭിക്കത്തില്ല. സോ ബീയിങ് എ ക്രിസ്ത്യൻ ഫാമിലി ഡസ് നോട്ട് ഗ്യാരണ്ടി സാൽവേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ദൈവസഭയിൽ പോകുന്നുണ്ട്, എന്റെ മാതാപിതാക്കൾ നല്ല അനുഭവത്തിൽ ജീവിച്ചവരാണ്, ദേ ആർ ക്രിസ്ത്യൻസ്, ഐ ആം ഓൾസോ ഗോയിങ് ഇൻ ടു ദാറ്റ് സെയിം പാറ്റേൺ എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ കർത്താവിനെ അല്ലെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നില്ല. സോ പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. അവിടെ വായിച്ചോ, നീയോ യഹൂദൻ എന്ന് പേരുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും. Praise the Lord. So they are going, ഈ നീയോ യഹൂദൻ എന്ന്. സോ they claim, യഹൂദ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും പറയും, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ യഹൂദന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങൾ യഹൂദനായതുകൊണ്ട് we have a special privilege. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രൈസ് ദി ലോർഡ്
സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന കുലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമില്ല. കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരായ പിതാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞാലും സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴിയില്ല. അല്ലെങ്കിൽ തോമാസ് ലീഹ കേരളത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെടുത്തിയ 7 പള്ളികളിൽ ഒന്നിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്വർഗത്തിലേക്ക് പോകത്തില്ല. നമ്മൾ ഈ ലോകത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ തുടക്കക്കാരായിരുന്നു എന്ന് പറഞ്ഞാലും കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ the lineage that we boast won't never ever let you to enter into heaven. സ്വർഗത്തിലേക്ക് പോകാൻ അത് നിങ്ങൾക്ക് സാധിക്കും. സോ നോക്കിക്കേ, അടുത്തത് Paul is trying to say they boast of their law. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നിന്നോ യഹൂദനെന്ന് പറയുകൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച്. രണ്ടാമത്തെ ഇൻ their law എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ദേ ഫോളോ എ പർട്ടിക്കുലർ ലോ. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച് പഠിച്ചവരും അത് പ്രമാണിക്കുന്നവരുമാണ്. യഹൂദ ജനത്തെക്കുറിച്ചുള്ള നമ്മൾ പഠിച്ചു നോക്കിയാൽ ചെറുപ്രായം മുതൽ തന്നെ തോറ അല്ലെങ്കിൽ ചെറുപ്രായം മുതൽ തന്നെ തിരുവചനം തിരുവെഴുത്തുകൾ കാണാതെ പഠിച്ച് ഉള്ളിൽ സംഗ്രഹിക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ജീവിത അനുഭവത്തിലൂടെയാണ് അവർ കടന്നു വരുന്നത്. എല്ലാവരും മനഃപ്പാഠമായിട്ട് ഈ ന്യായപ്രമാണത്തെ ഉള്ളിൽ ഗ്രഹിക്കേണ്ടവരാണ്. സോ ദേ ബിലീവ് ദാറ്റ് ദേ ഹാവ് എ ഗുഡ് ലോ ടു ഫോളോ. അവർക്ക് ദൈവത്തെ പിൻപറ്റാനുള്ള നല്ല ന്യായപ്രമാണം ലഭിച്ചിട്ടുണ്ട്. പൗലോസ് പറയാണ്, ദോ നീ യഹൂദൻ എന്ന് പേരുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു. യു തിങ്ക് ഓൺ ദി ലോ, യു ബോസ്റ്റ് അപ്പോൺ യുവർ ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ഇഫ് വി ആർ സറൗണ്ടഡ് വിത്ത് വാട്ട് വി കൺസിഡർ ആസ് ക്രിസ്ത്യൻ, that necessarily doesn't make you to reach to God. ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ അതും ഒരു കാര്യമല്ല. If you know the whole Bible by heart, അത് നമ്മുടെ തിരുവചനം മുഴുവൻ കാണാതെ പഠിച്ച ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും it doesn't mean that if you have not right relationship with God, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമില്ലെങ്കിൽ മുഴുവേദ പുസ്തകം കാണാതെ പഠിച്ച് ഉള്ളിൽ സംഗ്രഹിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുന്ന സംഗതിയല്ല. If you are a good singer for God, ദൈവത്തിന് വേണ്ടി നന്നായി പാടാൻ കഴിവുള്ള, നന്നായി പാടുന്ന അല്ലെങ്കിൽ നന്നായി പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തിയാണ് എന്ന് if you have a Christian content with you, that doesn't make that you will be in right relationship God or you will ultimately reach heaven. അപ്പോൾ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് യഹൂദന്മാര് വളരെ അഭിമാനം കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ തലമുറയിലേക്ക്, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചാൽ, that we believe that we follow a Christian content, Christian things. Sometimes we follow that we are surrounded with Christian things. അല്ലേ? നമുക്ക് ഞായറാഴ്ച ആരാധനയുണ്ട്, പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്, പ്രബോധനങ്ങളുണ്ട്, ഏറിയ മീറ്റിംഗ് ഉണ്ട്, നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്, നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, കാത്തിരിപ്പ് യോഗമുണ്ട്, നമുക്ക് മിഷൻ ബോർഡ് ഉണ്ട്, നമുക്ക് എല്ലാ സംഗതികളും എല്ലാം we are surrounded with Christian things. നമ്മളെല്ലാം നമ്മുടെ ചുറ്റിനും കിടക്കുന്ന സംഗതികളൊന്നും നോൺ ക്രിസ്ത്യൻ എലമെന്റ്സ് അല്ല. വി ഫോളോ ക്രിസ്ത്യൻ തിങ്സ്. നമ്മുടെ മീഡിയ ക്രിസ്ത്യൻ ആണ്, നമ്മൾ വായിക്കുന്നത് ക്രിസ്ത്യൻ ആണ്, നമ്മൾ കേൾക്കുന്നത് ക്രിസ്ത്യൻ ആണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻ ആണ്, നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ ആണ്. വി ഡോണ്ട് ലുക്ക് എനിത്തിങ് എൽസ്. നമ്മൾ വേറെ ഒന്നും കാണത്തില്ല. വി ഫോളോ എവറിത്തിങ് ദാറ്റ് ഈസ് ഹൈലി ക്രിസ്ത്യൻ കണ്ടന്റ്. ബട്ട് ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിനകത്ത കിടക്കുകയാണെങ്കിലും that doesn't guarantee you that you are going with God. Praise the Lord. ദൈവവുമായിട്ടുള്ള അഗാധമായ ഒരു ബന്ധവും രക്ഷിക്കപ്പെട്ടതിന്റെ കൃത്യമായ ബോധ്യവും ഉള്ളിലില്ലാത്തിടത്തോളം കാലം, praise the Lord. I have seen some people, ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതും, എന്നാൽ ക്രിസ്ത്യാനി അല്ല. നല്ലതായിട്ട് ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതും. ഉദാഹരണത്തിന് I have seen some people, അവരോട് നല്ല ആർട്ടിസ്റ്റിക് സ്കില്ലുണ്ട്. അവരോട് ഇപ്പം ഒരു സങ്കീർത്തനം ജസ്റ്റ് കൊടുത്തിട്ട് ഔട്ട് ഓഫ് ദിസ് സാംസ് യു മേക്ക് എ സോങ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ സോങ് എന്ത് ചെയ്യും, അവരുണ്ടാക്കി തരും. പാടാനൊക്കെ നല്ല രസമായിരിക്കും.
നല്ലതായിട്ട് പാടാനും പറ്റും. നിങ്ങൾക്കറിയാമോ, ഒരു ഹിന്ദിയിൽ പാടുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലായിപ്പ് നിന്ന് ജീവിക്കുന്ന അനിൽകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അനിൽകാന്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദി പാട്ടുകാരന്റെ രക്ഷിക്കപ്പെട്ട അനുഭവം ഞാൻ കേട്ടത്, അദ്ദേഹം ഒരു നല്ല മ്യൂസീഷ്യൻ ആയിരുന്നു, ഹിന്ദി മ്യൂസീഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്കല് ആൾക്കാര് ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തോട് ഈ സങ്കീർത്തന അല്ലെങ്കിൽ സങ്കീർത്തനം, ഭജൻ സംഗീത, അദ്ദേഹം ഇങ്ങനെ ആൾക്കാർ പറയും, 23-ാം സങ്കീർത്തനം, ഇത് ഞങ്ങളുടെ ബൈബിളിൽ ഒരു 23-ാം സങ്കീർത്തനം, ഇത് വായിച്ചിട്ട് താങ്കൾ നല്ലൊരു ട്യൂണൊക്കെ ഉണ്ടാക്കി ഒരു പാട്ടുണ്ടാക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ വേദപുസ്തകം വായിക്കാൻ വേണ്ടി കൊടുത്തത്, എന്തിനാ? പാട്ടുണ്ടാക്കാൻ വേണ്ടി കൊടുത്തതാ. പാട്ടുണ്ടാക്കി ഇന്ന പോർഷൻ പറയും, ഇന്ന പോർഷൻ, ഇത്ര പോർഷൻ ഇന്ന് പാട്ടുണ്ടാക്കി തരണം. അപ്പൊ അദ്ദേഹം അത് വായിച്ച് അദ്ദേഹത്തിന്റെ സംഗീത ജ്ഞാനമൊക്കെ വെച്ച് അദ്ദേഹം പാട്ടുണ്ടാക്കും. അങ്ങനെ പാട്ടുണ്ടാക്കാനായിട്ട് താൻ വേദപുസ്തകം വായിച്ചാണ് അവസാനം രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാട്ടുണ്ടാക്കാൻ കൂടി ഇങ്ങനെ ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. സോ that doesn't mean that ഒരു ക്രിസ്തീയ ഗാനം പാടി എന്നതുകൊണ്ട് ആ വ്യക്തി ഒരു ഭക്തനായ മനുഷ്യനാണെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. So the law that is governing in and outside our life doesn't guarantee that we are heading to heaven. So they boasted of their law. So we are talking about a confidence of a spiritual confidence of a religious man. They boasted on their lineage. They boasted on their law. Thirdly, they boasted on their Lord. അത് ഞാൻ ഇന്ന് ഈ ദൈവവചനം ധ്യാനിച്ചപ്പം എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ പ്രശംസിച്ചു. 18-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 17 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 17 തൊട്ട് തന്നെ വായിക്കും. But if you bear the name of Jew and rely upon the law and boast in God, ദൈവത്തിൽ നിങ്ങൾ പ്രശംസിക്കുമ്പോഴും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാനും അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതോടെ നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. സോ അവിടെ പറഞ്ഞൊരു കാര്യം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്നു. യു ഈവൻ ബോസ്റ്റ് ഓൺ ഗോഡ്. ദൈവത്തിലും എന്ത് ചെയ്യുന്നു? നീ പ്രശംസിക്കുന്നു. ഞാൻ അത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ദൈവത്തിൽ പ്രശംസിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? എന്റെ ദൈവത്തിൽ എനിക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ലയോ? ബട്ട് ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ദേ ബോസ്റ്റ് ഓൺ ദെയർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തെ അവരവരുടേതായ പ്രൈസ് ദി ലോർഡ് തലത്തിൽ ചിന്തിക്കുന്നു. ദേ ബോസ്റ്റ് or they carry their understanding of God with their own perspective. Praise the Lord. Hallelujah. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൽ പുകഴുന്നതിനെക്കാട്ടിലും ദൈവത്തിൽ പ്രശംസിക്കുന്നതിനെക്കാട്ടിലും praise the Lord, the something that we really need to understand is, are we able to really accept Jesus Christ in our life as our personal savior? Praise the Lord. ദൈവത്തിൽ പുകഴുന്നതിനകത്ത് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. കർത്താവുമായി ഹൃദയംഗമായ ഒരു ബന്ധമാണ് വാസ്തവത്തിൽ നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്നത്. Praise the Lord. You may be having a different version of ideas about God. ദൈവത്തെ കുറിച്ച് പല ചിന്തകൾ നിങ്ങൾക്ക് കാണും. You can talk maybe enormous things regarding God, unless and until if you maintain a very strong relationship with Jesus Christ as your personal savior. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു ശുദ്ധി ചെയ്യപ്പെട്ട we are washed by the blood of Jesus Christ. ആ കൺവിക്ഷൻ ഇല്ലാതെ if you understand about God, that also not make you successful. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ദൈവത്തെ കുറിച്ചല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്ക്രിപ്ചർ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ്. You can still study word of God in your scripture school, but are you able to realize Jesus Christ as my personal savior? Praise the Lord. Are you able to convince yourself that yes, I was a sinner and I was washed by the blood of God, blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചവനാണ്. Praise the Lord. So it is nothing that matter that you boast on God.
ദൈവത്തിൽ പ്രശംസിക്കുന്നു എന്നതിനെക്കാട്ടിലും അപ്പുറത്ത് എനിക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ കഴിഞ്ഞു, യേശു ക്രിസ്തുവിനാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ സിംഗിൾ മൊമെന്റ് ആണ് ദാറ്റ് മേക്സ് യു കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഘടകം അതാണ്. യേശു ക്രിസ്തു ഉള്ളിൽ വേണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും യേശു ക്രിസ്തു ഉള്ളിൽ ഇല്ലാതെ ആളുകൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. They can sing songs without having Jesus Christ inside their heart. They can even preach a better preaching without having Jesus Christ in their heart. They can use various tools. Nowadays we have these tools to make a beautiful sermon or beautiful content or beautiful writing. Even we don't know about whom we believe. ദൈവത്തെ മനസ്സിലാക്കാതെ, ദൈവത്തെ തിരിച്ചറിയാതെ we can talk about God. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, the things that connects you or leads you to heaven is your right relationship with the Jesus Christ as your personal savior. Praise the Lord. വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിനെ രുചിക്കാൻ പറ്റിയത്, കാണാൻ പറ്റിയതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെങ്കിലും ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. Though we are part of a church, though we are part of a system, though we are part of a kind of a structure, but that doesn't guarantee you that you are going to have you are leading to a better life. But unless and until you are able to relate yourself with the personal relationship with Jesus Christ, that is a moment that you are really connected with God. So ഇവിടെ യഹൂദന്മാർ based on God, അവർ ദൈവത്തെ അങ്ങ് ദൈവത്തിൽ പ്രശംസിക്കും. ദൈവം അവരുടെ പോക്കറ്റിലാണെന്ന് അവർ പറയുന്നത്. എന്നാൽ ആ ദൈവത്തിൽ പ്രശംസിക്കുന്നതും that doesn't make any sense. അടുത്ത കാര്യമാണ് they boast on their leadership. അവിടെ നാം വായിക്കുമ്പോൾ പിന്നെ വായിക്കുന്നത് 19-20 വാക്യങ്ങൾ വായിക്കും. പ്രത്യേകിച്ച് 20 ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ. 19-ാമത്തെ വാക്യത്തിൽ വായിച്ചത് അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. You are leading a blind and ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, and are confident that yourself are a guide to the blind, light to those who are in darkness, a corrector of the foolish, a teacher of the immature, having in the law of the embodiment of knowledge and of the truth. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളാണ് ഉപദേഷ്ടാക്കന്മാര്, ഞങ്ങൾക്കാണ് നേരായ വഴിയിലൂടെ ആൾക്കാരെ നയിക്കാൻ അറിയുന്നത്. We know everything. They feel themselves as very superior to anyone else in the planet. അവരെ സംബന്ധിച്ച് പറയുന്ന നിങ്ങൾ എല്ലാവരും നരകത്തിലേക്ക് പോവാണ്, രക്ഷപ്പെടാനുള്ള കൂട്ടത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളെ രക്ഷപ്പെടത്തുള്ളൂ, ഞങ്ങൾക്ക് എല്ലാം അറിയത്തുള്ളൂ. They feel themselves very superior and they are trying to correct others. മറ്റുള്ളവരെ രക്ഷിക്കാനും ഉപദേശിക്കാനും അവരെ നേരായ പാതയിൽ നയിക്കാൻ കഴിവുള്ളവർ ഞങ്ങൾ മാത്രമാണ്. So we are the leaders. So they felt they had responsibility to show truth to everyone. എല്ലാവർക്കും സത്യം കാണിക്കാൻ, സത്യം അറിയാവുന്നവർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയാണ് ഈ യഹൂദ ക്രിസ്ത്യാനികൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സത്യം നിങ്ങൾക്ക് അറിയുന്നുവെങ്കിൽ സത്യം എല്ലാവരെയും അറിയിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സത്യമാണ് നമ്മെ രക്ഷിച്ചത്. ഈ സത്യം മറ്റുള്ളവരെ അറിയിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അറിഞ്ഞിരിക്കുന്നതെല്ലാം ചിലപ്പം സത്യമല്ല എന്നും വരാം. നമ്മൾ ചില മിഥ്യാധാരണകൾ, ചില തെറ്റിദ്ധാരണകൾ ഒക്കെയും നമ്മുടെ ആത്മീയതത്തെ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ we are still following that what we say as is correct. ഞങ്ങൾ പറയുന്നതാണ് ശരി. സോ ഇവിടെ നോക്കി യഹൂദ ക്രിസ്ത്യാനികളോട് പറയുന്നത് ഞങ്ങളാണ് ഉപദേശിക്കുന്നവര്, ഞങ്ങളാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരേണ്ടത്, ഞങ്ങളാണ്. സോ the people doesn't know who is God. ദൈവം ആരാണെന്ന് അറിയത്തില്ലെങ്കിലും സത്യത്തിലേക്ക് നയിക്കാൻ അറിയാവുന്നവർ ഞങ്ങളാണെന്നാണ് യഹൂദ ക്രിസ്ത്യാനികളോട് വായിക്കുന്നത്. ഇവിടെ അവരെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. സോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, it is not our duty to point the person
on what they are. അവരാരാണ് ഏതാണ് എന്നതിനെ കുറിച്ച് അതിനെ പോയിന്റ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. വി ആർ നോട്ട് സപ്പോസ് ടു പോയിന്റ് ഹൗ ദേ ആർ. അവരെങ്ങനെ ആയിക്കൊള്ളട്ടെ, അവരെ പോയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അധികാരമില്ല. ബട്ട് we can point that person to Jesus Christ. യേശുവിലേക്ക് അവരെ എന്ത് ചെയ്യാം? നയിക്കാം. നീ ഇട്ടേക്കുന്ന വസ്ത്രം അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. നീ നടക്കുന്ന അല്ലെങ്കിൽ നീ ഇട്ടിരിക്കുന്നതായ നിന്റെ വസ്ത്രധാരണം അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് പോയിന്റ് ചെയ്യാനായിട്ട് എനിക്ക് അധികാരമില്ല. എന്നാൽ എനിക്കൊരു അധികാരമുണ്ട്. ഐ ക്യാൻ പോയിന്റ് യു ടു ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളെ യേശുവിന്റെ അടുക്കിലേക്ക് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഐ ക്യാൻ പോയിന്റ് യു ടു ജീസസ് ക്രൈസ്റ്റ്, ബട്ട് ഐ കാനോട്ട് പോയിന്റ് യു ടു വാട്ട് യു have read. I cannot point to what you are believing. ഇതൊന്നും എനിക്ക് നിങ്ങളെ പോയിന്റ് ചെയ്യാൻ കഴിയത്തില്ല. ബട്ട് ഐ ക്യാൻ പോയിന്റ് യു ടു ജീസസ് ക്രൈസ്റ്റ്. നോക്കിക്കേ, ഇവിടെ യഹൂദ മതാനുസാരികളായ ആളുകളോടും പറയുന്നതും അത് തന്നെയാണ്. യു ഹാവ് claim yourself as a responsible person to correct others. മറ്റുള്ളവരെ തിരുത്താനുള്ള എല്ലാ അധികാരവും പ്രാപിച്ചവരായ ആളുകളാണെന്നാണ് യഹൂദ ക്രിസ്ത്യാനികൾ പ്രശംസിക്കുന്നത്. എന്നാൽ പൗലോസ് വളരെ കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. അടുത്ത് പറയുമ്പോൾ പൗലോസിന്റെ ആ ഒരു ലാംഗ്വേജ് തന്നെ നോക്കിക്കേ. 21 ഹേ അതേപോലെ ഹേ അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? So Paul is very strongly, vehemently speaking against this kind of things. അപ്പോൾ അവർ മറ്റുള്ളവരെ പോയിന്റ് ചെയ്യാൻ വിടുക്കുന്ന, നീ കണ്ടില്ലേ, നീ എങ്ങനെ നടക്കുന്നത്, അവൻ കണ്ടില്ലേ അങ്ങനെ നടക്കുന്നത്, അവർക്ക് സ്റ്റാൻഡേർഡ്, അവർക്ക് ഈ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നടക്കാൻ. സോ ദേ ആർ ഓൾവേസ് പോയിന്റിങ് ടു അതേഴ്സ്. ബട്ട് ഇവിടെ പൗലോസ് പറയുന്നത് മറ്റുള്ളവരെ ചൂണ്ടുന്നതിനെക്കാട്ടിലും അവരെ യേശുവിന്റെ അടുക്കിലേക്കൊന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ യേശുവിന്റെ അടുക്കിലേക്കൊന്ന് കൊണ്ടുപോയിക്ക് അവരെ യേശുവിന്റെ അടുക്കിലേക്കൊന്ന് കണക്ട് ചെയ്ത് അവരുടെ ജീവിതം മാറ്റിമറിയുന്നത് കാണാനായിട്ട് കഴിയും. സോ ഫസ്റ്റ് തിങ്, the spiritual confidence of a religious man. They are boasting on their lineage. They are boasting on the law. They are boasting on their God. They are boasting on their leadership or what they consider as something responsible. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കൽ പോലും, പ്രൈസ് ദി ലോർഡ്, ഈ സ്പിരിച്വൽ റിലീജിയസ് മതഭേദങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ ജീവിക്കുന്നവരെ കർത്താവ് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർപ്പിക്കട്ടെ. സോ ലെറ്റ് മീ മൂവ് ഇൻ ടു ദി സെക്കൻഡ് പോയിന്റ്, ദാറ്റ് ഈസ് ദി സ്പിരിച്വൽ കണ്ടാമിനേഷൻ ഓഫ് ദി റിലീജിയസ് മാൻ. ഇങ്ങനെ ഈ മതത്തിന്റെ പിന്നാലെ പോയവനെ മേലുള്ള അവന്റെ ആത്മീയമായിട്ടുള്ള മാലിന്യം, the spiritual contamination, that if you look into verses 21 to 24, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, we can see the contamination happen to a religious man. അവിടെ നാം വായിക്കുമ്പോൾ 21ാമത്തെ വാക്യം മുതൽ 22ാമത്തെ വാക്യം വരെ, they are very guilty of deception. അവർ സ്വയം ചതിക്കുന്നതിൽ അവർ അകപ്പെട്ടുപോയി. നോക്കിക്കേ, വായിച്ചാട്ടെ 21, 22. ഹേയം അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? സോ ഇവിടെ നോക്കിയ യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ, they are very busy practicing all things where they were preaching against. അവരെ വേണ്ട അല്ലെങ്കിൽ അവർ ഇത് ചെയ്യരുത് എന്ന് പ്രസംഗിക്കുന്ന കാര്യമെല്ലാം അവരുടെ ലൈഫിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് അല്ലെങ്കിൽ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഇങ്ങനെ പിടിക്കരുത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരായ യഹൂദ വിശ്വാസികളുടെ ജീവിതത്തിൽ പൗലോസ് പറയണേ, അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഐ വാസ് ജസ്റ്റ് എന്നെ തന്നെ ഞാനൊരു പ്രതിക്കൂട്ടിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിപ്പാനിടയായി തീരുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെ ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയാണ്. കാരണം പ്രൈസ്, ഞാനൊരു സുവിശേഷകനും പാസ്റ്ററും ഒക്കെ ആകുമ്പോൾ ഉപദേശിക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരെക്കാട്ടിലും മുന്നിലാണ്. കർത്താവ് എന്നോട് തന്നെ സംസാരിച്ചു. ഞാൻ ഉപദേശകനായിട്ട് നിൽക്കുമ്പോൾ ഹൗ ഓഫൺ ഐ ആം ഏബിൾ ടു പ്രാക്ടീസ് ദാറ്റ് ഇൻ മൈ ലൈഫ് എന്ന് എന്നെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. നിങ്ങളെ ആരെയും ഞാൻ പോയിന്റ് ചെയ്യുന്നില്ല, ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. ദ സ്പിരിച്വൽ കണ്ടാമിനേഷൻ, ഇഫ് വി റിലേ ഓൺ എ റിലീജിയസ് പെർസ്പെക്റ്റീവ്,
പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആളുകൾ പറയും അവരെങ്ങനെ, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, അവര് തെറ്റാണ്, ഇവര് തെറ്റാണ്. പക്ഷെങ്കിൽ പലപ്പോഴും ഇത് പറയും തോറും നമ്മൾ ചതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. നമുക്കൊരാളെ പോയിന്റ് ചെയ്ത് അവൻ നാശത്തിലേക്ക് പോയെന്ന് പറയാൻ പറ്റും, അവൻ പിന്മാറ്റത്തിൽ പോയെന്ന് പറയാൻ പറ്റും, അവൻ ദുരുപദേശത്തിൽ പോയെന്ന് പറയാൻ പറ്റും, അവൻ തെറ്റായ വഴി പോയെന്ന് പറയാൻ പറ്റും. എന്നാൽ പലപ്പോഴും പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മളും എത്രമാത്രം വർണ്ണബിളാണ്, നമ്മളും എത്രമാത്രം ഹാലേലൂയ ദുരുപദേശത്തിന്റെയോ അല്ലെങ്കിൽ ഹാലേലൂയ ആകാത്ത നിലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ പാളിച്ചകൾ വരുന്നില്ലേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ പറയും, ഇന്നാരുടെ മക്കൾ ഇന്നടത്ത് പോയി, ഇന്നാരുടെ മക്കൾ അങ്ങനെ പോയി, അവിടെ പോയി, ഇവിടെ പോയി. ഇത് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ തലമുറ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് വെരി ഈസി ടു പോയിന്റ് അതേഴ്സ്. മറ്റൊരാളെ പോയിന്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ ഓർത്തോണം, ഒരാളെ പോയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ 4 ഇരട്ടി അത് നമ്മളിലേക്കും പോയിന്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4 ഇരട്ടി നമ്മളിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആസ് എ പാരന്റ് ഐ ആം സംടൈം വെരി ഫിയർഫുൾ ടു ടെൽ സംതിങ് അബൌട്ട് ചിൽഡ്രൻ. കാരണം ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഐ ആം വെരി അവെയർ. I am also a parent. I have also children. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ I make sure to counsel my children that I am a pastor and I counsel, I instruct some others. So you should be very responsible. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറകളോടുള്ള ബന്ധത്തിൽ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സോ വി ആർ ഡിസീവിങ് ourselves. Sometimes the guilt is being a deception to ourselves. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ അത് നമുക്ക് തന്നെ കുരുക്കായിട്ട് നമുക്ക് തന്നെ വരും. സോ ദാറ്റ് ഈസ് സംതിങ്, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ കണ്ടാമിനേഷൻ ഓഫ് എ റിലീജിയസ് മാൻ. അന്യനെ ഉപദേശിക്കുന്ന നമ്മൾ പലപ്പോഴും, ഇവിടെ പൗലോസ് പറയുന്നു, അതായത് മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്നത് നീ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നത് നീ വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്നുവെന്ന് നീ വെറുക്കുന്നു പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? ക്ഷേത്രം തന്നെ എന്ത് ചെയ്യുക? കവർ ചെയ്തുകൊണ്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ വി ഡോണ്ട് കമ്മിറ്റ് എനി സിൻ ആസ് ഇറ്റ് ഈസ്, ബട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ചെയ്യുന്നതും ഈ സംതിങ് ഈക്വൽ ടു ദി സിൻ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ പറയുന്നത് ഒരാളെ തെറ്റായ നിലയിൽ കാണുന്നത് തന്നെ അവളോട് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. Don't we have a kind of adultery or something like that, but if we have just thought about it, അത് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും അത് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ പറയുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും ഒക്കെ വളരെ റെസ്പോൺസിബിൾ ആയി ഇരിക്കണമെന്നുള്ളത് ഈ വചനം വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. അന്യനെ ഉപദേശിക്കുന്ന സമയത്ത് we have to judge ourselves. Are we deceiving ourselves? എന്നെ തന്നെ ചതിച്ചോണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ കാര്യം ഇനി രാത്രിയിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ ഒരാളെ പോയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ 100 മടങ്ങ് നമ്മളിലേക്കും പോയിന്റ് ചെയ്യുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. So they were deception. So that is what they were guilty of deception. The contamination, first one, they were guilty of deception. Second thing, that when we go to verse number 23, 23ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? They were guilty of dishonoring God. എങ്ങനെയാ ദൈവത്തെ അപമാനിക്കുന്നത്, ഡിസോണർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, we does not match with our profession. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാവുമ്പോൾ we are dishonoring God. ഉദാഹരണത്തിന്, നമ്മെ ഇപ്പം ഒരു രാജ്യത്തിന്റെ ഒരു അംബാസഡറായിട്ട് നമ്മെ മറ്റൊരു രാജ്യത്തിലേക്ക് വിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും അവിടെ പറയുകയോ ചെയ്യുകയോ അരുതാത്തത് ചെയ്താൽ ഇറ്റ് ഈസ് ഡിസ്ഓണറിങ് അവർ ഓൺ കൺട്രി. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഇന്ത്യയുടെ അംബാസഡറായിട്ട് ഇവിടെ നിയമിച്ചെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ എന്തെങ്കിലും വേണ്ടാതീനം കാണിക്കുക, എന്തെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത്
ഞാൻ എന്തെങ്കിലും പേർദോഷം വരുത്തിയാൽ it is not that issue coming to me alone, but it is also coming, that the shamefulness is also coming to the country which I am representing. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 23-ാമത്തെ വാക്യം വായിക്കും, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. നമ്മൾ വി ഹോൾഡ് ദി സ്ക്രിപ്ചർ ഇൻ അവർ ഹാൻഡ്, നമ്മൾ തിരുവചനത്തെ നമ്മുടെ കയ്യിൽ ഏന്തി നമ്മൾ ഇതൊക്കെ വിശ്വസിച്ച് അടിയുറച്ച് പോവുകയാണെന്നാണ് നമ്മൾ അഭിമാനിക്കുമ്പോഴും, മറുഭാഗത്ത് നമ്മൾ ഇതിന്റെ ലംഘനം നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെ മുഖത്തേക്ക് കരിവാരി എറിയുകയാണ്, ദൈവത്തിന്റെ മുഖത്തേക്ക് കരിവാരി എറിയുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ തിരുവചനത്തിന്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ്, അതിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് അതിനെ അടറിയുന്നവരെ ിരിക്കുമ്പോഴും മറുഭാഗത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നമുക്ക് അതിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പ്രകാരം ഓക്കെ, ഐ തിങ്ക് ഇപ്പം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ന്യായപ്രമാണത്തിന്റെ വക്താക്കളും നമ്മെ തന്നെ നമ്മൾ പറയുമ്പോഴും, മറുഭാഗത്ത് ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കിൽ, ദൈവവചനം ലംഘിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിന് നിമിത്തമായി നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ പ്രസംഗിക്കുന്നവർ മാത്രമായി തീരുകയും ഫോളോ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താ, നമ്മൾ അല്ല അവമാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവമാനിക്കുന്നത് നമ്മുടെ ദൈവത്തെ കൂടെയാണ്. So we are guilty of dishonoring God. ദൈവത്തെ ഡിസോൺ ചെയ്യുന്നത്. നോക്കിക്കേ, ഒരു ഉദാഹരണം, രണ്ട് ഉദാഹരണം ബൈബിളിൽ കോട്ട് ചെയ്യാം. യോസേഫിന്റെ ജീവിതത്തില്, ജോസഫും പോത്തിഫറിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായ പ്രശ്നത്തില്, when Potiphar's wife was prompting Joseph to lie with her, ജോസഫ് ഈ പോത്തിഫറിന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് sin against God. ദൈവത്തിന് വിരോധമായിട്ടുള്ള പാപമാണെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ sin against God. It is not sin for me എന്ന് പറയുന്നത് ജോസഫ് പറഞ്ഞത് ദൈവത്തിന്റെ മുന്നിൽ, ഇറ്റ് ഈസ് sin against God. അതുപോലെ തന്നെ ദാവീദ് ബർശേബയോടുള്ള ബന്ധത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിന്റെ പരിണത ഫലമായിട്ട് യാവീദ് ദൈവസ്ഥലിൽ വിളിച്ചു പറയുന്ന സമയത്ത് ചമച്ചതായ, അല്ലെങ്കിൽ ആ സമയത്ത് താൻ പറഞ്ഞതായ ഒരു കാര്യമാണ് 51-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. 51-4 പെട്ടെന്ന് ഒന്ന് വായിക്കാം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നു, തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദ് പറയുകയാണ്, ഇറ്റ് ഈസ് sin against God. It is something dishonoring God. നമ്മൾ പ്രൊഫസ് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുവെന്ന്, നമ്മൾ പ്രൊഫസ് ചെയ്യുന്നു ഇത് ഞങ്ങളുടെ ജീവിത അനുഭവം എന്ന് പറയാം. എന്നാൽ അതിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ഡിസോണർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അടുത്ത കാര്യം അവിടെ തന്നെ പറയുന്നത്, അത് എങ്ങനെയാണ് ഇതിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് അതിന്റെ അടുത്ത വാക്യം റോമലേഖനം അതിന്റെ 2:25 വാക്യം, ഓഡിയോ അത്ര ക്ലിയർ അല്ല, ലാപ്ടോപ്പിന്റെ മൈക്ക് യൂസ് ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ മൂന്നാമത്തെ കാര്യം, they were guilty of blasphemy. ദൈവദൂഷണം പറയുന്നതിന് തുല്യമായി തീരും. 24-ാമത്തെ വാക്യം, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിമിത്തം എന്താ, ജാതികളുടെ ഇടയിൽ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നു.
അല്ലെങ്കിൽ ദുഷിക്കപ്പെടുന്നു. സോ വി ആർ ഗിൽറ്റി ഓഫ് ഡിസ്ട്രക്റ്റിംഗ്, we are guilty of destructing or guilty of blasphemy. നമ്മൾ ദൈവത്തിന്റെ നാമത്തെ നശിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. അപ്പൊ നോക്കിക്കേ, മതത്തിന്റെ വക്താവായി തീരുന്ന ഒരു വ്യക്തിയോട് പൗലോസ് പറയുകയാണ്, നീ നശിപ്പിക്കുകയാണ്. എന്താ നശിപ്പിക്കുന്നത്? ദൈവനാമത്തെ നശിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, നമ്മൾ ഉപദേഷ്ടാക്കന്മാരായി ന്യായപ്രമാണത്തിന്റെ അതിൻ്റെതായ ഭേദാഭേദങ്ങളെ ഒക്കെ അറിയിക്കുന്നവരായി നാം നമ്മളെ തന്നെ ബോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജാതികളുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിമിത്തമായി, ന്യായപ്രമാണത്തിന്റെ ലംഘനങ്ങൾ നിമിത്തമായി, ന്യായപ്രമാണം അനുഷ്ഠിക്കാത്തത് കൊണ്ട് വി ആർ ഡിസ്ട്രോയിങ് ഗോഡ്സ് നെയിം. ദൈവത്തെ തന്നെ ഹല്ലേലൂയ ദുഷിക്കുന്നതിന് കാരണമായി തീർന്നു. ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പലപ്പോഴും നമുക്കറിയാമോ, നമ്മുടെ വിശ്വാസാനുഭവത്തിലേക്ക് പലരും ആകർഷിക്കപ്പെടാത്തതിൻ്റെ ഒരു റീസൺ, പ്രൈസ് ദി ലോർഡ്, വി ആർ നോട്ട് ഏബിൾ ടു ഗീവ് പ്രസന്റ് ജീസസ് ക്രൈസ്റ്റ് ഇൻ എ വെരി ഗുഡ് വേ. ബിക്കോസ് നമ്മൾ ദൈവത്തെ അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടുക്കിലേക്ക് ആ ദൈവത്തെ പിൻപറ്റാൻ ആരാ വരുന്നത്? ദുഷിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ നാമത്തെ നശിപ്പിക്കുന്നവന്റെ മുമ്പിലേക്ക് ആരാണ് ആകൃഷ്ടരാകുന്നത്? സോ നോയിങ്ലി ഓർ അൺനോയിങ്ലി വി ആർ, പ്രൈസ് ദി ലോർഡ്, ഡിസ്ട്രക്റ്റിംഗ് ഗോഡ്സ് നെയിം. ദൈവത്തിന്റെ നാമത്തെ നശിപ്പിക്കുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് സ്പിരിച്വൽ കണ്ടാമിനേഷൻ. ദേ ആർ ഗിൽറ്റി ഓഫ് ഡിസെപ്ഷൻ, ദേ ആർ ഗിൽറ്റി ഓഫ് ഡിസോണിങ് ഗോഡ്, ദേ ആർ ഗിൽറ്റി ഓഫ് ബ്ലാസ്ഫെമി, അല്ലെങ്കിൽ ദൈവദോഷം പറയുന്നതിന് തുല്യമായി, ദൈവനാമം നശിപ്പിക്കുന്നതിന് തുല്യമായി തീരുന്നു. മൂന്നാമത്തെ കാര്യം the spiritual condemnation of the religious man. ഒന്ന്, ഞാൻ പറഞ്ഞത് ദ സ്പിരിച്വൽ കോൺഫിഡൻസ് എന്തായിരുന്നു ഈ മതത്തിന്റെ അനുഷ്ഠാനം അനുഭവിക്കുന്ന വക്താവിന്. രണ്ട്, ഈ മതത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നത്, കണ്ടാമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മൂന്നാമത്തെ കാര്യമാണ് ഹൗ ദി സ്പിരിച്വൽ കണ്ടംനേഷൻ ഓഫ് ദ റിലീജിയസ് മാൻ. ഇവനുണ്ടാകുന്ന ന്യായം വിധി എന്താണ്? പ്രൈസ് ദി ലോർഡ്. ദേ ആർ കണ്ടംഡ് ബൈ ദി റിയാലിറ്റി ഓഫ് ഹിസ് സിൻ. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ 25-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. They are condemned by the reality of sin. If they are circumcised, അവർ പരിച്ഛേദന ഏറ്റുവെങ്കിൽ, when they refuse to keep the law in God's sight, അവർ പരിച്ഛേദന ഏറ്റെങ്കിലും ന്യായപ്രമാണം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ന്യായപ്രമാണം ലംഘിച്ചെങ്കിൽ അവനെ സംബന്ധിച്ച് പരിച്ഛേദന ഏറ്റവൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഹി ഈസ് സിമിലർ ടു എ ജെന്റൈൽ. യഹൂദ മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസിയോട് പൗലോസ് പറയുന്ന കടുത്ത ഭാഷ പറയുന്ന കാര്യമാണ് പറയുന്നത്, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത്. അതായത് ഇഫ് യു ഫോളോഡ് ദി ലോ ആൻഡ് ഇഫ് യു ആർ സർക്കംസൈസ്ഡ് ദാൻ ഇറ്റ് വാസ് ഗുഡ്. But if you doesn't follow the law and you are circumcised, that is just എന്താണ്? അഗ്രചർമ്മം മാത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് അൺസർക്കംസിഷൻ ആണ്. അതൊരു ഇറ്റ് ഈസ് നോട്ട് സംതിങ് കൺസിഡർ ആസ് സർക്കംസിഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്നാനപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് സംതിങ് കണക്റ്റഡ് വിത്ത് സർക്കംസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ക്രിസ്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. യഹൂദന്മാർ പരിച്ഛേദന ഏറ്റ് ഇവരെന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, അന്യഭാഷ പറയുന്ന ആളാണ്, ഇതെല്ലാം പറയുമ്പോഴും പ്രൈസ് ദി ലോർഡ് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ വി ആർ നോട്ട് different with a person who is maybe a worldly person. ലൗകികനായ ഒരു മനുഷ്യനെ കാട്ടിൽ വ്യത്യാസം ഒന്നും ഇല്ലെന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയാം. 25-ാമത്തെ വാക്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്.
അതായത് നമ്മൾ പൗലോസ് ആ കോണ്ടസ്റ്റിൽ പറയുന്നു, അതായത് സർക്കംസിഷൻ പരിച്ഛേദന ഏറ്റു എന്നൊക്കെ പറയുമ്പോൾ ന്യായപ്രമാണം ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഒരു അൺസർക്കംസൈസ്ഡ് വ്യക്തിയെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുവെങ്കിൽ, ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സർക്കംസിഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ബട്ട് വി ഫോളോ സംതിങ് അതർ ദാൻ ദാറ്റ്. നമ്മൾ സ്നാനത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ അന്യഭാഷയിൽ വിശ്വസിക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഹല്ലേലൂയ മറ്റു പല കാര്യങ്ങളിൽ നമ്മുടെ ചർച്ച് മെമ്പർഷിപ്പിൽ വിശ്വസിക്കുന്നു, നമ്മൾ നമ്മുടെ വിശ്വാസ സംഹിതകളിൽ വിശ്വസിക്കുന്നു, പെന്റക്കോസ്റ്റലിസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, പെന്റക്കോസ്റ്റൽ ഡോക്ട്രിൻസിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന സംഗതികളാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഉള്ളിലുള്ളപ്പോഴും ഇഫ് വി ആർ നോട്ട് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കാഴ്ചയിൽ നമ്മൾ ശരിയല്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവർ ബാപ്റ്റിസം ഈസ് സംതിങ് ഫ്രൂട്ടൈൽ, അത് ഫ്രൂട്ടൈലാണ്. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ചർച്ചിന്റെ മെമ്പർഷിപ്പ് ഇസ് നത്തിങ് മാറ്റർ അബൌട്ട് ഇറ്റ്. പ്രൈസ്, നമ്മൾ ഒരു പെന്റക്കോസ്റ്റൽ ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നു എന്നതുകൊണ്ടൊന്നും ഒരു മാറ്റർ ഇല്ല. ഇഫ് വി ആർ റോങ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ തെറ്റുകാരനാണെങ്കിൽ, നമ്മൾ ചർച്ച് ഓഫ് ഗോഡിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആണോ സൂപ്രണ്ട് ആണോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സിമിലർ ടു എ വേൾഡ്ലി പേഴ്സൺ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയത്തിൽ യേശു കർത്താവുമായിട്ടുള്ള രക്ഷിക്കപ്പെട്ടതിന്റെ അനുഭവം ഉള്ളിൽ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് nothing can be contained as spiritual. So the condemnation of a religious person is he will be condemned by the reality of his own sin. അടുത്ത കാര്യം പറയുന്നത്, he will be condemned by the righteousness of the saints. അതെന്നെ വളരെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അടുത്ത വാക്യം വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യം ആണെന്ന് തോന്നിയ അവിടെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എണ്ണുകയില്ല. അടുത്തത്, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയെ നിന്നെ അവൻ വിധിക്കില്ലയോ. അതായത് പ്രൈസ് ദി ലോർഡ്, ലോകത്തിൽ വലിയ മതത്തിന്റെ അനുഭവമൊന്നും ഇല്ലാതെ, വലിയ പത്രാസൊന്നും ഇല്ലാത്തവരായ സാധുക്കളായ വിശ്വാസികൾ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ന്യായം വിധിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കില്ലയോ. പ്രൈസ് ദി ലോർഡ്, നമ്മെ ആരാ വിധിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, എന്നെ ആരാ, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ ആയിരിക്കുന്ന ഞാൻ, പ്രസംഗിക്കുന്ന ഞാൻ, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഈ പ്രസംഗം മാത്രമേ ഉള്ളെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആരും അറിയപ്പെടാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി വളരെ താഴ്മയോടെ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിസ്വാർത്ഥമായി നിൽക്കുന്ന, അവരുടെ പേരുകളൊന്നും പുറത്തൊന്നും ആരും കേട്ടിട്ടില്ലാത്ത ഒരാൾ വന്നിട്ട് എന്നെ പോയിന്റ് ചെയ്തിട്ട് പറയുക, നീ എവിടുത്തെ വലിയ പാസ്റ്ററാ, നിന്നെ ന്യായം വിധിക്കുന്നത് അവനാണെന്ന് പറയുമ്പോൾ ഇതിനെ അപ്പുറത്തൊരു ലജ്ജ എനിക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഞാൻ എല്ലാവരെയും ഉപദേശിക്കുന്ന, എല്ലാവർക്കും പ്രബോധനം നൽകുന്ന ഞാൻ, പ്രൈസ് ദി ലോർഡ്, ന്യായപ്രമാണത്തിൽ വീണ് പോയാൽ, ന്യായപ്രമാണത്തിൽ ലംഘിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വിട്ട് പോയാൽ, പ്രൈസ് ദി ലോർഡ്, യാതൊരു പ്രസിദ്ധിയുമില്ലാത്ത, യാതൊരു പേരുമില്ലാത്ത സാധാരണപ്പെട്ടതായ ഒരു വിശ്വാസി, ആരും കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പുകാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ ചൂണ്ടി എന്നെ ന്യായം വിധിക്കുമ്പോൾ, അതിനപ്പുറത്ത് എനിക്കൊരു കണ്ടംനേഷൻ ഉണ്ടോ? അതിനപ്പുറത്തൊരു ന്യായവിധി എനിക്ക് കിട്ടാനില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അതിനപ്പുറത്ത് എനിക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എന്നെ നോക്കിയിട്ട് ഒരു നീതിമാനായ വ്യക്തി പ്രൈസ് ന്യായം വിധിക്കുവാണെങ്കിൽ, നീതിമാനായ വ്യക്തി എന്നെ ചൂണ്ടിയിട്ട് പ്രൈസ് ദി ലോർഡ് യു ഹിപ്പോക്രൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അതിനപ്പുറത്ത് ഒരു ന്യായവിധി എനിക്ക് ഈ ലോകത്തിൽ കിട്ടാനില്ല. പ്രൈസ് ദി ലോർഡ്, പൗലോസ് അതാ പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്, നിന്നെ അവൻ ന്യായം വിധിക്കുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. സോ ദൈവത്തിൻ്റെ വചനത്തെ മതഭേദങ്ങളിലൂടെ വിശ്വസിച്ച് മതത്തിൻ്റെ പിൻഗാമിയായി പോകുന്നവനെ നോക്കിയിട്ട് ഒരു നീതിമാൻ ന്യായം വിധിക്കുമെന്നാണ് പറയുന്നത്. അവസാന വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 29 വാക്യത്തിൽ, അക്ഷരത്തിലല്ല ആത്മാവിനുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. സോ someone will be condemned by the redemption of the Savior. അവസാനത്തിങ്കിൽ ചിലരെന്ത് ചെയ്യും? പുകഴ്ച പ്രാപിക്കും. Praise the Lord. In the end times, in the end day, someone will be എന്താ പറയുന്നത്, condemned by the Savior himself. എന്ന് പറഞ്ഞാൽ ലോകം അവസാനിച്ച് എല്ലാവരും ഇവിടുന്ന് പോകും. Praise the Lord. കർത്താവിൻ്റെ പക്കൽ ചിലർ പുകഴ്ചയ്ക്ക് നിൽക്കുമ്പോൾ ചിലർ പുകഴ്ചയെല്ലാം ലഭിക്കാതെ ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി നടക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ നോവലായിട്ടുള്ള ഒരു ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അതൊരു ഫിലിം പോലെയും ആൾക്കാരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ കാണണം. അതിനകത്ത് ലാസ്റ്റിൽ അതിനകത്തൊരു രംഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ പ്രസംഗിച്ചൊക്കെ വളരെ ഉപദേശം പറഞ്ഞുകൊണ്ട്, അതിൻ്റെ കണ്ടന്റ് പ്രമേയം ഇതാണ്: കർത്താവിൻ്റെ വരവ് സംഭവിച്ചു, എല്ലാവരും എടുക്കപ്പെട്ടു, എല്ലാവരും പോയി. അപ്പം കുറച്ച് പേര് അവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് പേരവിടെ ശേഷിച്ചു പോയില്ല. അപ്പം ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ പതിവ് പോലെ പാസ്റ്റർ ചർച്ചിൽ വന്ന് നിൽക്കുന്നു. പാസ്റ്റർ വിശ്വാസികളെ ആരെയും കാണുന്നില്ല, എല്ലാവരും പോയി. പാസ്റ്റർ മാത്രം പുൾപ്പെറ്റേ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാസ്റ്ററിൻ്റെ ഒരു ഗ്രീവിയൻസ് ആണ് ഇത് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറയും, ഞാൻ ഈ പുൾപ്പിറ്റേ നിന്ന് ഈ വചനം കൊണ്ട് പ്രസംഗിച്ച് എല്ലാവരെയും അടുക്കി പൊളിച്ച ആളാണ്, പക്ഷെങ്കിൽ കർത്താവ് വന്നപ്പോൾ ഞാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. there will be some will left behind, എന്നാൽ some will be given the glory. അവിടെ പറയുന്നത് അവൻ മനുഷ്യരാലല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. there will be one day that you will be glorified in the presence of the Lord. That means some will be condemned by the redemption of the Savior. ദൈവത്തിൻ്റെ പുകഴ്ച ലഭിക്കാത്തവർ ചിലർ ഇവിടെ കാണും. ഒരുപക്ഷെ ഒരു പേരും പെരുമയും ഇല്ലാത്ത, ആരുടെയും അടുക്കൽ ഒന്നിനും പോകാത്ത ഒരാള് കർത്താവിൻ്റെ സന്നിധിയിൽ പുകഴ്ച ലഭിക്കും. ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുകയും ഉപദേശം പറയുകയും വലിയ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ ചിലപ്പോൾ ഇവിടെ വട്ടം കറങ്ങി നിൽക്കുകയും ചെയ്യും. പൗലോസ് അത് തന്നെയാണ് മീൻ ചെയ്തിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ പിടിച്ചു തൂങ്ങി നടന്നിരുന്ന ആ യഹൂദ ക്രിസ്ത്യാനോട് പറയുകയാണ്, നീ അവൻ മനുഷ്യരാലല്ല ദൈവത്താൽ പുകഴ്ച. അവരെ നോക്കിയിട്ട് പറയുകയാണ്, ചിലർ നീതീകരിക്കപ്പെടുമ്പോൾ അവന് ദൈവത്താൽ പുകഴ്ച ലഭിക്കും, എന്നാൽ ചിലർ ഹല്ലേലൂയ എന്ത് ചെയ്യും? ആ സമയം ഓപ്പോസിറ്റ് സൈഡിൽ ചിലർ പുകഴ്ച ലഭിക്കാതെ ഇവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം രാത്രികാലം നമ്മെ ശക്തീകരിക്കട്ടെ. സോ ഇൻ ദിസ് പർട്ടിക്കുലർ മോമെന്റ്, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ആർ വി ഫോളോയിങ് ക്രൈസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് എ സിസ്റ്റം ഓർ എ റിലീജിയൻ ഓർ എ കൈൻഡ് ഓഫ് മേ ബി എ റിലീജിയസ് സെൻസ്? ക്രിസ്ത്യാനിത്വം ഒരു മതത്തിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ, ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ, സംടൈം യു ആർ ഫോളോയിങ് ഇൻ എ റോങ് ഡയറക്ഷൻ. അതല്ല, യേശു ക്രിസ്തുവായിട്ടുള്ള എൻ്റെ ബന്ധത്തിലാണ് ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. യേശു ക്രിസ്തു എന്നെ ചർച്ച് ഓഫ് ഗോഡ് അല്ല എന്നെ രക്ഷിക്കപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്നെ ചർച്ച് ഓഫ് IPC അല്ല എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ദ സിസ്റ്റം കനോട്ട് ടേക്ക് യു ടു ഹെവൻ. ഞാൻ ദൈവത്തെ പിൻപറ്റുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 questions നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്. ആർ വി ഫോളോയിങ് ഗോഡ് ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയൻ, or are we following on the basis of faith in Jesus Christ? ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രികാലം ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ മതഭേദങ്ങൾക്കനുസൃതമായി ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരായി തീരാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും there is a serious thing that we need to
കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇതായിരുന്നു. കർത്താവെ, ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിൽ ഞങ്ങൾ കർത്താവിൽ മുന്നേറാനായിട്ട് കഴിയത്തില്ല. ഈ വചനം ഞങ്ങളെ വളരെ ശക്തമായ രാത്രികാലം ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്യൂസും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.